എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം എരിവ് കുറവായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, 1 ടേബിൾ സ്പൂൺ മല്ലിയും, പിന്നെ കുറച്ച് 2-3 തണ്ട് കറിവേപ്പിലയും വേണം. അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ പുതിയ കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മേയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സെറാമിക് കടായിയാണ്. ഇതിൻ്റെ ബോട്ടവും ഹാൻഡിലും വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. പിന്നെ ഹാൻഡിൽ ഇതുപോലെ സിലിക്കൺ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചൂടുണ്ടെങ്കിലും ഈസി ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. ഞാൻ ഈ കടായി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ കടായി നമുക്ക് എല്ലാ കുക്ക് ടോപ്പിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പം മസാലയൊക്കെ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. കരിവേപ്പിലയൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം ഇത് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഇതേ കടായി തന്നെ ഞാനൊന്ന് തുടച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മതിയാകും. ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാള ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. ഈ ഒരു കുക്ക് വെയറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ മതിയാവും കണ്ടോ. ടോട്ടലി ടോക്സിൻ ഫ്രീ പ്രൊഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ 100% സേഫാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു 10 വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി പെട്ടെന്ന് വഴണ്ടി ഇട്ടാനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കണ്ടോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് വഴലണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. വഴണ്ട ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇനി വീണ്ടും ഇത് മൂടി വെക്കാം. ഈ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഒരു മണമാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഇനി ഇതേ ജാറിൽ തന്നെയാണ് ഞാൻ മറ്റു മസാലയും അരച്ചെടുക്കുന്നത്. ഇത്രയും മതിയാകും. ഞാൻ ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ വേണം അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതേ പാൻ തന്നെ ഞാനൊന്ന് തുടച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇത്രയും മതിയാകും. ഇനി ഞാനിവിടെ 1 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറുതല്ല, ഈ ഒരു സൈസിന്. അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പൊട്ടറ്റോയും അതേ സൈസിന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയവും ലാഭമാണ്, അതുപോലെ തന്നെ ഗ്യാസും ലാഭമാണ്. കണ്ടോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, എങ്കിൽ പോലും അത്രയും മതിയാവും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു കറി എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ.
ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയപ്പം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വിചാരിച്ച് നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യാം, നിങ്ങൾക്കും കൂടി ഈ ഒരു റെസിപ്പി പറഞ്ഞുതരാമെന്ന് കരുതിയത്. ഇത് ശരിക്കും നമുക്ക് ചപ്പാത്തിയും ഫ്രൈഡ് റൈസ്, പൊറോട്ട, നാൻ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിത് ലിഡ് കൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ലിഡിനും പ്രത്യേകതയുണ്ട് കേട്ടോ. ഷാറ്റർ റെസിസ്റ്റൻറ്റ് ഗ്ലാസ് ലിഡാണിത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഒരു പാനാണിത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അടപ്പ് മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണെന്ന്. ഇത് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് സെറാമിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 10-20 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി അതിൻ്റെ നടുവിലെ അഴുക്കൊക്കെ മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കടായിയാണ് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട്, എന്നുവെച്ചാൽ എല്ലായിടവും കുക്കാവാനായിട്ടാണ് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നല്ല ഒരു മണമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ വറുത്ത മസാല ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ തക്കാളിയും സവാളയുടെയും പേസ്റ്റില്ലേ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നോക്കണം പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങിയത് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും ഉള്ളിയുടെ ഇലയോ അല്ലെങ്കിൽ ഉള്ളിപ്പൂവോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.